ലോകകപ്പിലെ അർജന്റീന ഓസ്ട്രിയ മത്സരം പുരോഗമിക്കുകയാണ്. കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. ലോകകപ്പിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി അർജന്റീന നായകൻ ലിയോണൽ മെസ്സി മാറിയിരിക്കുന്നു. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകൾ എന്ന റെക്കോർഡ് ഇനി പഴങ്കഥ. 17 ഗോളുകളുമായി ഇനി അർജന്റീന നായകന്റെ പേരവിടെ കാണാം എന്നുള്ളതാണ്. 38-ാം മിനിറ്റിലാണ് വിഖ്യാതമായ ആ ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് ആ ചരിത്രം പിറന്ന ഗോൾ വരുന്നത്. അങ്ങനെ ആദ്യ മിനിറ്റിൽ കിട്ടിയ 9-ാം മിനിറ്റിൽ പാഴാക്കിയ പെനാൽറ്റിക്ക് പരിഹാരവുമായി ലിയോണൽ മെസ്സി ഒരു ഗോളിലൂടെ അർജന്റീനയെ മുന്നിലെത്തിക്കുന്നു. ഒപ്പം തന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഗോളായി അത് മാറുന്നു. അർജന്റീനയുടെ ഓസ്ട്രിയക്കെതിരായ ആ ഗോളിൽ മാത്രമല്ല, ഈ ഗോളിന് വേണ്ടിയാണ് അർജന്റീനൻ ആരാധകരൊക്കെ തന്നെ കാത്തിരുന്നതും. ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പിന് ഒടുവിൽ 38-ാം മിനിറ്റിലാണ് അവസാനമായിരിക്കുന്നത്. 9-ാം മിനിറ്റിലെ പെനാൽറ്റി നഷ്ടത്തിന് അർജന്റീന നായകന്റെ അതിസുന്ദരമായ മറുപടി, ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പരിഹാരം എന്നത് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ചരിത്രം കുറിച്ചിരിക്കുകയാണ് അർജന്റീന നായകൻ ലിയോണൽ മെസ്സി. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേരുന്നു. അക്ഷയ്, തുടക്കത്തിലെ ഒരു പെനാൽറ്റി കിട്ടിയതാണ് മെസ്സി, പക്ഷേ ആ പെനാൽറ്റി പുറത്തേക്ക് അടിക്കുന്നു. അതൊരു നാണക്കേടിന്റെ റെക്കോർഡായി മാറുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി പാഴാക്കുന്ന താരം മെസ്സി പാഴാക്കുന്ന 3ാമത്തെ പെനാൽറ്റിയാണ്. അങ്ങനെ ഒരു നാണക്കേടിന്റെ ചരിത്രത്തിൽ നിന്ന് മെസ്സി ഒറ്റയടിക്ക് വീണ്ടും എന്താണ് അർജന്റീന നായകൻ ലിയോണൽ മെസ്സി എന്നത് ഫുട്ബോൾ ലോകത്തിന് എന്ന് കാണിച്ചു കൊടുക്കുന്ന മറ്റൊരു ഗോൾ കൂടി പിറന്നിരിക്കുന്നു. 38-ാം മിനിറ്റിൽ ഒരു വമ്പൻ ഗോളിലൂടെ അർജന്റീനയെ മുന്നിലെത്തിപ്പിക്കുന്നതിനൊപ്പം തന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഗോളായി കൂടി അത് മാറുന്നു. അല്ല, തീർച്ചയായും അത് തന്നെയാണ്. മെസ്സിയും പെനാൽറ്റിയും തമ്മിലൊരു കോമ്പിനേഷൻ പലപ്പോഴും വർക്ക് ചെയ്യാറില്ല. അതും ഈ കളിയിൽ ഓസ്ട്രിയക്കെതിരെ മത്സരത്തിൽ അത് തന്നെ ആദ്യം തന്നെ സംഭവിച്ചു. ലൗത്താരോ മാർട്ടിനസിനെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച ഫൗളാണ്. പിന്നെ അത് വാറിലൂടെ പെനാൽറ്റി ആവുകയും മെസ്സി തൊടുത്ത കിക്ക് നേരെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ആദ്യം ഒരു നെഗറ്റീവ് എനർജിയാണ് ആദ്യം തന്നെ വന്നത്. ഈ കളിയിൽ മെസ്സി ഒന്ന് ഡൗൺ ആവുന്നതാണ് പിന്നീട് കണ്ടത്. ടൈറ്റ് മാർക്കിംഗ് തന്നെയായിരുന്നു ഓസ്ട്രിയ മെസ്സിക്കെതിരെ പുറത്തെടുത്തത്. മെസ്സിക്ക് ചുറ്റും 4 താരങ്ങൾ എപ്പോഴും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മത്സരത്തിൽ ഉടനീളം കണ്ടത്. ആ ഗോൾ പെനൽറ്റി മിസ്സാക്കിയതിന് പിന്നാലെ തൊട്ട് പുറകെ മറ്റൊരു നല്ലൊരു ചാൻസ് കൂടി മെസ്സിക്ക് കിട്ടി. പക്ഷേ അത് ഗോളി തടഞ്ഞു. അതിനുശേഷം ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം കിട്ടിയൊരു ചാൻസ് കൂടി, ഒരു റീബൗണ്ട് കിട്ടിയൊരു ചാൻസ് ഓസ്ട്രിയൻ ഡിഫൻഡർ ക്ലിയർ ചെയ്ത് കളയുകയും ചെയ്തു. അതോടുകൂടി മെസ്സിയുടെ ദിവസമല്ല എന്നൊരു സൂചന നമുക്ക് പതിയൊന്ന് ലഭിച്ചു. പക്ഷേ ആശങ്കൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് 38-ാം മിനിറ്റിൽ ആ ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് കാത്തിരുന്ന നിമിഷമെത്തി. മെസ്സിയുടെ ലോകകപ്പിലെ 17ാമത്തെ ഗോൾ, ലോകകപ്പ് ചരിത്രത്തിലെ മെസ്സിയുടെ ഇതിലെ 17ാമത്തെ ഗോള്. പല സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച മെസ്സിയുടെ ഇടങ്കാലിൽ നിന്ന് അതിമനോഹരമായൊരു ഗോള് കിട്ടി. ഫക്കുണ്ട മെഡീന നീട്ടി നൽകിയ പാസ് മെസ്സി ഗോളിയേയും കീഴടക്കി ആ വലയിൽ എത്തിച്ച്, കൃത്യമായി തന്നെ മെസ്സി വലയിൽ എത്തിച്ച്. പലപ്പോഴും ആ ടൈറ്റ് മാർക്കിംഗ് ആയതുകൊണ്ട് കുറേയധികം പിന്നോട്ടിറങ്ങി കളിക്കുന്ന മെസ്സിയാണ് ഈ കളിയിൽ ഉടനീളം കണ്ടത്. അത്ര ടൈറ്റാ തന്നെ ഓസ്ട്രിയൻ താരങ്ങൾ കൃത്യമായി ഗൃഹപാഠം ചെയ്ത് മെസ്സിക്കെതിരെ കൃത്യമായി മെസ്സിയുടെ തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഓസ്ട്രിയ കോച്ച് പുറത്തെടുത്തു. അത് 38 മിനിറ്റ് വരെ അത് ഫലപ്രദമായി തന്നെ തടയാൻ ഓസ്ട്രിയൻ താരങ്ങൾക്ക് സാധിച്ചു. പക്ഷേ ഈ സമ്മർദ്ദങ്ങൾ ഇതിലേറെ കണ്ടവനാണ് മെസ്സിക്ക് അതിന് മറുപടി മെസ്സിയുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് വേണ്ട സമയത്ത് 38-ാം മിനിറ്റിലൂടെ കൃത്യമായി തന്നെ മെസ്സി സമ്മാനിച്ചു 17ാമത്തെ ഗോൾ. മിറോസ്ലാവ് ക്ലോസയെ 10 വർഷമായി കൈയടക്കി വെച്ചിരുന്ന ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന റെക്കോർഡ് മെസ്സി മറികടന്നു. 2006-ലാണ് മെസ്സി ആദ്യമായി ലോകകപ്പ് കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ 6ാമത്തെ ലോകകപ്പാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ നടക്കുന്നത്. 6ാമത്തെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡ് മെസ്സി സ്വന്തം പേരിൽ കുറിച്ചു കഴിഞ്ഞു. 17 ഗോളുകൾ. ആദ്യത്തെ അൾജീരിയക്കെതിരെ മത്സരത്തിൽ 3 ഗോളുകൾ മെസ്സി നേടി. അതിനുശേഷം ഇന്ന് ഈ ലോകകപ്പിലെ 4ാമത്തെ ഗോളാണ് അർജന്റീന നായകന്റെ ഇടതുകാലിൽ നിന്ന്. പ്രത്യേകിച്ച് പല സുന്ദര നിമിഷങ്ങൾ, സുന്ദരമായ ഫ്രീ കിക്കുകൾ കണ്ട, മഴവില്ല് വിരിയിച്ച ആ ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് തന്നെ ആ ചരിത്ര നിയോഗം പിറന്നിരിക്കുന്നു. അക്ഷയ്, ഇപ്പോൾ ആദ്യ പകുതി പിന്നിടുകയാണ്. 45 മിനിറ്റ് പിന്നിടുമ്പോൾ ഒരു ഗോളിന് മുന്നിലാണ് നിലവിലെ ചാമ്പ്യന്മാർ ഓസ്ട്രിയക്കെതിരെ. നായകൻ ലിയോണൽ മെസ്സി നേടിയ ഒറ്റ ഗോളിനാണ് അർജന്റീന മുന്നിട്ട് നിൽക്കുന്നത്. 38-ാം മിനിറ്റിൽ അക്ഷയ് വിവരിച്ചതുപോലെ തന്നെ അതിസുന്ദരമായ ഒരു ഗോൾ. അതിലൂടെ അർജന്റീന ടീമിനെ, നിലവിലെ ചാമ്പ്യന്മാരെ മുന്നിലെത്തിക്കുന്നു നായകൻ ലിയോണൽ മെസ്സി. തുടക്കത്തിൽ തന്നെ 9-ാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി പാഴാക്കിയതാണ് മെസ്സി. അതിന് വലിയൊരു പ്രായശ്ചിത്തം, പരിഹാരം കാണുന്നത് നായകൻ തന്നെയാണ്. ഫക്കുണ്ടോ മെഡീന നീട്ടി നൽകിയ നല്ലൊരു കട്ട് ബാക്ക്, അതിൽ നിന്ന് നമ്മൾ പല കുറി കണ്ടതാണ്. ബാഴ്സയിലും അർജന്റീനയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മെസ്സിയുടെ ഗോളുകൾ. അത്തരം ഒരു ഗോളിലൂടെ അർജന്റീന നായകൻ ടീമിനെ മുന്നിൽ എത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.